എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കോൾഡ് വാർ അഥവാ ശീതയുദ്ധത്തിൻ്റെ ആ കറുത്ത നാളുകളിൽ ലോകം മുഴുവൻ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അമേരിക്കൻ ചാരസംഘടനയായ CIA അതീവ രഹസ്യമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. മനുഷ്യാവകാശങ്ങളെയും ധാർമ്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ ഒരു യന്ത്രത്തെ പോലെ നിയന്ത്രിക്കാൻ CIA നടത്തിയ ആ ഭീകര പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് MK Ultra. വർഷം 1953 മുതൽ 1973 വരെ ഏകദേശം 20 വർഷത്തോളം ഈ പദ്ധതി കാനഡയിലും അമേരിക്കയിലുമായിട്ട് രഹസ്യമായിട്ട് തുടരുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കുക അഥവാ മൈൻഡ് കൺട്രോൾ എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായിട്ട് അവർ പരീക്ഷിക്കാത്ത മാർഗ്ഗങ്ങളില്ല. അതിശക്തമായിട്ടുള്ള മയക്കുമരുന്നുകൾ, ഹിപ്നോസിസ്, ബോധം കെടുത്തുന്ന തരം ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ, ദിവസങ്ങളോളം നീളുന്ന ഉറക്കമില്ലായ്മ, പുറലോകമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക, അങ്ങനെ ഒരു ഐസൊലേഷൻ മുറികൾ, അതോടൊപ്പം ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ, ഇങ്ങനെ മനുഷ്യ ശരീരത്തെയും മനസ്സിനും അവർക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത ക്രൂരതകളാണ് ഇതിനായിട്ട് CIA അഥവാ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും ഭയാനകമായ വശം എന്താണെന്ന് അറിയാവോ? ഇതിൽ ഇരകളായവർ ഭൂരിഭാഗം പേരും തങ്ങളൊരു പരീക്ഷണ വസ്തുവാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. സാധാരണ പൗരന്മാർ, ജയിൽ തടവുകാർ, മാനസിക രോഗികൾ, എന്തിന് CIAയുടെ സ്വന്തം ഉദ്യോഗസ്ഥർ വരെ ഈ ഒരു ക്രൂര പരീക്ഷണത്തിന് ഇരയാക്കപ്പെട്ടു. CIAയുടെ ടെക്നിക്കൽ സർവീസ് ഡിവിഷൻ മേധാവിയായിരുന്ന കെമിസ്റ്റ് സിഡ്നി ഗോട്ട്ലീബിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകൾ, ആശുപത്രികൾ, ജയിലുകൾ ഉൾപ്പെടെ 149 കേന്ദ്രങ്ങളിലാണ് ഈ അന്ധകാരമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കിയത്. ഫ്രാങ്ക് ഓൾസൺ എന്ന CIA ശാസ്ത്രജ്ഞന്റെ നിഗൂഢ മരണം മുതൽ കാനഡയിലെ ഡോക്ടർ ഇവാൻ കാമറൂൺ നടത്തിയ ഡീ പാറ്റേണിംഗ് എന്ന മനുഷ്യവിരുദ്ധ പരീക്ഷണം വരെ MK Ultra'യുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. CIA തന്നെ തങ്ങളുടെ ഫയലുകൾ വർഷം 1973 നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കാലം കരുതി വെച്ച ചില തെളിവുകളിലൂടെ ഈ രഹസ്യങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട്. ശാസ്ത്രത്തെ പീഡനമുറിയാക്കി മാറ്റിയ ആ ഭീകര രഹസ്യങ്ങളുടെ ചുരുളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്, ആഴ്ന്നിറങ്ങുന്നത്. പിന്നെ കഴിയുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കാവോ? എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം അടുത്തടുത്ത വീഡിയോസ് നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? വെറും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണോ? അതോ നല്ല സ്കിൽസും എക്സ്പോഷറും ഒക്കെ നേടി ടെക് ലോകത്ത് മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാനാണോ? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അഥവാ LPUവിൽ ഇപ്പോൾ എഡ്യു റെവല്യൂഷൻ 2.0 എന്നൊരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കരിയറിലെ വലിയൊരു വഴിത്തിരിവാണ്. ഇന്ത്യയിലെ മുൻനിര യൂണിവേഴ്സിറ്റികൾ റാങ്ക് ചെയ്യുന്ന LPU നൽകുന്ന ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ ഡിഗ്രിക്ക് തൊഴിൽ വിപണിയിൽ വലിയ മൂല്യം നൽകുന്നു. ഇവിടെ പഠനം വെറും ക്ലാസ് റൂമുകളിലോ പരീക്ഷകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സാധാരണഗതിയിലുള്ള എഴുത്ത് പരീക്ഷകൾ പകുതിയോളം കുറച്ച് പ്രാക്ടിക്കൽ നോളജിന് ഇവിടെ വലിയ മുൻഗണന നൽകുന്നു. നിങ്ങളുടെ ലൈവ് പ്രോജക്റ്റുകൾ, ഹാക്കത്തോണുകൾ, ഇന്റേൺഷിപ്പുകൾ എന്നിവ നേരിട്ട് ഗ്രേഡുകളായിട്ടും അറ്റൻഡൻസ് ആയിട്ടും മാറ്റാൻ സാധിക്കുന്ന ഗ്രോ കെയർ തുടങ്ങിയ പോളിസീസ് ഇവിടെയുണ്ട്. LPUവിൽ വിദ്യാർത്ഥികൾ വെറും പഠിതാക്കളല്ല, മറിച്ച് വിദ്യാഭ്യാസത്തിലെ പങ്കാളികളാണ്. സിലബസ് രൂപകൽപ്പന ചെയ്യുന്നതിലും അക്കാഡമിക് കമ്മിറ്റികളിലും ഇന്നൊവേഷൻ സെല്ലുകളിലും ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്യൂഷൻ ഫീസിന്റെ 70% വരെ സമ്പാദിക്കാൻ സാധിക്കുമെന്ന് LPU ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പഠനം വെറും സ്മാർട്ട് മാത്രമല്ല, നിങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതുമാണ്. ലൈവ് ഇൻഡസ്ട്രി പ്രോജക്റ്റുകളും ഇന്റേൺഷിപ്പുകളും വഴി വിദ്യാർത്ഥികളെ വെറും പ്ലേസ്മെന്റിന് വേണ്ടിയല്ല, ഇൻഡസ്ട്രിക്ക് തയ്യാറായ പ്രൊഫഷണലുകളായി വളർത്തുകയാണ് LPU ചെയ്യുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ നിർമ്മിച്ചും പേറ്റന്റുകൾ ഫയൽ ചെയ്തും ലോകത്തെ മുൻനിര ടെക് കമ്പനികളിൽ ജോലി നേടിയും മുന്നേറുകയാണ്. ബിടെക് CSEയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് തുടങ്ങി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള വൈവിധ്യമാർന്ന കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു CSE പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് മാറണോ? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് LPUവിലെ ബിടെക് CSE പ്രോഗ്രാംസിനെ കുറിച്ചും എഡ്യു റെവല്യൂഷൻ 2.0 കുറിച്ചും കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്തോ. നമ്മളിന്ന് സംസാരിക്കുന്ന ഈ ക്രൂരമായ പരീക്ഷണങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. വർഷം 1950കളുടെ തുടക്കം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞിരുന്ന ശീതയുദ്ധത്തിന്റെ കാലമാണ്. ഈ സമയത്ത് അമേരിക്കൻ ഭരണകൂടത്തെയും അമേരിക്കൻ ചാരസംഘടനകളെയും ഒരുപോലെ അരട്ടിയിരുന്ന ഒരു വലിയ ഭയമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ മൈൻഡ് കൺട്രോൾ വിദ്യകളാണ്. അതായത് കൊറിയൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുക്കളുടെ പിടിയിലായ അമേരിക്കൻ യുദ്ധത്തടവുകാരുണ്ടല്ലോ, അവര് അമേരിക്കക്കെതിരായിട്ട് തങ്ങളുടെ രാജ്യത്തിന് തന്നെ വിരുദ്ധമായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് അമേരിക്കയെ ഞെട്ടിക്കുകയാണ്. ശത്രുക്കൾ എന്തോ നിഗൂഢമായിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ച് ഈ ഒരു സൈനികരെ ബ്രെയിൻ വാഷിംഗ് നടത്തുകയാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയനും ചൈനയും ഉത്തര കൊറിയയും ചേർന്ന് മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള വിദ്യകൾ കണ്ടെത്തിയെന്നും അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നും CIA ഡയറക്ടറായിരുന്ന അലൻ ഡള്ളസ് എല്ലാവരോടും പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനും ഭാവിയിൽ തങ്ങളുടെ ചാരന്മാര് ശത്രുക്കളുടെ പിടിയിലായാൽ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും CIAക്ക് സ്വന്തമായിട്ടുള്ള ഒരു മൈൻഡ് കൺട്രോൾ പ്രോഗ്രാം വളരെ അത്യാവശ്യമായിരുന്നു. ഈ ചിന്തയിൽ നിന്നാണ് പ്രൊജക്ട് ബ്ലൂബേർഡ്, പ്രൊജക്ട് ആർട്ടിചോക്ക് എന്നീ മുൻകാല പ്രൊജക്റ്റുകൾ ജനിക്കുന്നത്. ഇതിലൂടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സത്യം പറയിപ്പിക്കാനുള്ള മരുന്നുകളെക്കുറിച്ചും ഹിപ്നോസിസിനെ കുറിച്ചും അവർ പ്രാഥമികമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഇതിനേക്കാൾ വിപുലമായ അതീവ രഹസ്യമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിലാണ് വർഷം 1953 ഏപ്രിൽ 13 പ്രോജക്ട് MK Ultra ഔദ്യോഗിക
ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. CIA കെമിക്കൽ വിഭാഗത്തിലെ വിദഗ്ധനായ കെമിസ്റ്റ് സിഡ്നി ഗോട്ട്ലീബിന്റെ കീഴിലാണ് ഈ പ്രവർത്തനം നടന്നത്. ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസേഷൻ രീതി തന്നെ വളരെ സങ്കീർണമായിരുന്നു. CIA ടെക്നിക്കൽ സർവീസ് ഡിവിഷൻ ആയിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. നേരിട്ട് CIA പേരിൽ ഈ പരീക്ഷണങ്ങൾ നടത്തിയാൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അവർ സൊസൈറ്റി ഫോർ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹ്യൂമൻ എക്കോളജി പോലെയുള്ള വ്യാജ സംഘടനകളും ചാരിറ്റി ഗ്രൂപ്പുകളും ഒക്കെ നിർമ്മിക്കുകയാണ്. ഈ ഫ്രണ്ട് കമ്പനികൾ വഴിയാണ് സർവകലാശാലകളിലേക്കും ആശുപത്രികളിലേക്കും CIA പണം എത്തിച്ചിരുന്നത്. പലപ്പോഴും ഗവേഷണം നടത്തുന്ന ഡോക്ടർമാർക്ക് പോലും തങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് CIA ആണെന്ന് അറിയില്ലായിരുന്നു. ഏകദേശം 149 ഉപപദ്ധതികൾ ഉൾപ്പെട്ട ഒരു പടകൂറ്റൻ ശൃംഖലയായിട്ട് MK Ultra മാറുകയാണ്. ഇതിൽ മയക്കുമരുന്ന് പരീക്ഷണങ്ങൾ മുതൽ മനുഷ്യത്വഹീനമായിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ വരെ ഉൾപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഇവർ ഈ പരീക്ഷണ വസ്തുക്കളെ കണ്ടെത്തിയത്? തടവുകാർ, മാനസിക രോഗികൾ, ലൈംഗിക തൊഴിലാളികൾ തുടങ്ങിയ ഈ അധികാരത്തിൽ നിന്നും നീതിയിൽ നിന്നും അകന്നു നിൽക്കുന്ന നിസ്സഹായാവസ്ഥയിലുള്ള മനുഷ്യരുണ്ടല്ലോ, ഇവരെയായിരുന്നു CIA ഇതിനായിട്ട് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. അധികാരം ഉപയോഗിച്ച് ഒരു ജനതയെ രഹസ്യമായി പീഡിപ്പിക്കാമെന്നതിൻ്റെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഉദാഹരണമായിട്ട് MK Ultra മാറുകയായിരുന്നു. MK Ultrയുടെ പരീക്ഷണങ്ങളിലെ ഏറ്റവും കുപ്രസിദ്ധമായത് LSD പോലെയുള്ള ലഹരി മരുന്നുകൾ മനുഷ്യരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നശിപ്പിക്കാനും അയാളുടെ ലൈംഗിക താല്പര്യങ്ങൾ മാറ്റം വരുത്താനും ആരെയും തന്നെ വരുതിയിലാക്കാനുമുള്ള ഒരു മാന്ത്രിക മരുന്ന് കണ്ടെത്തുകയായിരുന്നു CIAയുടെ ലക്ഷ്യം. ഇതിനായിട്ട് CIA സ്വിറ്റ്സർലാൻഡിലെ ലബോറട്ടറികളിൽ നിന്ന് വലിയ അളവിൽ LSD ശേഖരിക്കുകയാണ്. ഈ ലഹരി മരുന്നുകൾ മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ CIA ഉദ്യോഗസ്ഥർ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റ് CIA ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. സാധാരണ പൗരന്മാർക്കും തടവുകാർക്കും മാനസിക രോഗികൾക്കും അവരറിയാതെ തന്നെ CIA ഈ മരുന്നുകൾ നൽകാൻ തുടങ്ങുകയാണ്. ഇതിലൂടെ ആ മനുഷ്യരിലുണ്ടാകുന്ന മാറ്റങ്ങൾ CIA ദൂരദർശനിലൂടെയും രഹസ്യ ക്യാമറകളിലൂടെയും ഒക്കെ നിരീക്ഷിക്കുകയാണ്. ഈ ഭീകര പരീക്ഷണങ്ങളുടെ ഏറ്റവും വലിയ ഇരയായിരുന്നു CIAയുടെ തന്നെ ശാസ്ത്രജ്ഞനായിരുന്ന ഫ്രാങ്ക് ഓൾസൺ. വർഷം 1953 മേരിലാൻഡിൽ വെച്ച് നടന്ന ഒരു ചർച്ചയ്ക്കിടെ CIA ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ലാഷ്ബ്രൂക്ക് ഓൾസന്റെ മധ്യത്തിൽ LSD കലർത്തി നൽകുകയാണ്. ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഓൾസൺ പിന്നീട് കടുത്ത മാനസികാസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് വീണ് അദ്ദേഹം മരണപ്പെടുകയാണ്. അതായത് ഒരു ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വീണ് അദ്ദേഹം മരണപ്പെടുകയാണ്. അയാളുടെ മരണം ആത്മഹത്യയാണെന്ന് പറഞ്ഞ് CIA വർഷങ്ങളോളം ഇത് മൂടിവെക്കുകയാണ്. വർഷം 1970-കളിൽ മാത്രമാണ് ഈ സത്യം ലോകമറിയുന്നത്. MK Ultrയുടെ കീഴിൽ CIA നടത്തിയ മറ്റൊരു ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ക്ലൈമാക്സ്. ഇതിനായിട്ട് CIA സാൻ ഫ്രാൻസിസ്കോയിൽ പ്രത്യേക രഹസ്യ വീടുകൾ വാടകയ്ക്കെടുക്കുകയാണ്. അവിടെ കുറച്ച് ലൈംഗിക തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുകയാണ്. അവിടെ എത്തുന്ന പുരുഷന്മാർക്ക് ഇതേ ലൈംഗിക തൊഴിലാളികൾ വഴി ലഹരി കലർത്തിയ പാനീയങ്ങൾ നൽകുകയും അവരെ CIA ഉദ്യോഗസ്ഥരെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ ഇരകളാരും തന്നെ തങ്ങൾ ഇത്തരമൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതുകൂടാതെ ജയിലുകളിലെ തടവുകാരെയും CIA പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റുകയാണ്. കെൻടക്കി ഉണ്ടല്ലോ, നമ്മുടെ KFC, കെൻടക്കി ഫ്രൈഡ് ചിക്കനൊക്കെ അവിടെ നിന്നാണ് വരുന്നതല്ലേ. അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ജയിലുണ്ട്, ലെക്സിങ്ടൺ ജയിൽ. അവിടെ ലഹരി മരുന്നിന് അടിമകളായിട്ടുള്ള ഒരുപാട് തടവുകാരുണ്ട്. ഹെറോയിനൊക്കെ ഉപയോഗിച്ചായിരുന്നു അവർ ഈ പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ ഹെറോയിന് പകരം LSD നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ CIA നടത്തുകയാണ്. അവർക്ക് മറ്റ് ലഹരി മരുന്നുകൾ വാഗ്ദാനം ചെയ്താണ് ഇതിലേക്ക് വലിച്ചെടുപ്പിച്ചത്. മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെയും അന്തസ്സിനെയും ചവിട്ടി മതിച്ചുകൊണ്ട് പരീക്ഷണശാലകളിലെ എലികളെ പോലെ CIA ഈ മനുഷ്യരെ കൈകാര്യം ചെയ്യുകയായിരുന്നു. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ CIA ലഹരി മരുന്നുകൾ മാത്രമല്ല ഉപയോഗിച്ചത്. അവർ അതിനായി തിരഞ്ഞെടുത്ത മറ്റൊരു ക്രൂരമായിട്ടുള്ള മാർഗ്ഗമായിരുന്നു കാനഡയിലെ മോൺട്രിയലിൽ നടന്ന പരീക്ഷണങ്ങൾ. മക്ഗിൽ സർവകലാശാലയുടെ കീഴിലുള്ള അലൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ ഇവാൻ കാമറൂൺ നടത്തിയ ഈ പരീക്ഷണങ്ങൾ MK Ultrയുടെ സബ് പ്രോജക്ട് 68 എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സാധാരണ മാനസിക രോഗങ്ങളുമായി ചികിത്സക്കെത്തിയ നിരപരാധികളെയാണ് ഇദ്ദേഹം CIAയുടെ പണം ഉപയോഗിച്ച് പീഡിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ നിലവിലുള്ള വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും തകർത്ത് പുതിയൊരു സ്വഭാവം നിർമ്മിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. ഇതിനായിട്ട് ഡോക്ടർ കാമറൂൺ ഉപയോഗിച്ച പ്രധാന രീതി ഡീപ് പാറ്റേണിംഗ് എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് രോഗികൾക്ക് അതിതീവ്രമായിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെന്റുകൾ നൽകുകയാണ്. സാധാരണ ഒരു രോഗിക്ക് നൽകുന്നതിനേക്കാളും 30-40 മടങ്ങ് തീവ്രമായിട്ടുള്ള ഷോക്കുകളാണ് ഇവർ ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്. 30 ദിവസത്തോളം, ഒരു മാസത്തോളം നീണ്ടുനിന്ന ഈ ക്രൂരതയിൽ ഓരോ ദിവസവും 2 തവണ വീതമാണ് അതിക്രൂരമായിട്ടുള്ള ഷോക്കുകൾ ആ പാവപ്പെട്ട രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതോടെ ആ മനുഷ്യരുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ട് നശിക്കുകയും അവരൊരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. ഇവിടെയും തീർന്നില്ല. ശൂന്യമായ ആ രോഗികളുടെ മനസ്സിലേക്ക് പുതിയ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് സൈക്കിക് ഡ്രൈവിംഗ് എന്ന മാർഗ്ഗമാണ് കാമറൂൺ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനായിട്ട് ഇരകൾക്ക് മരുന്ന് നൽകി ദിവസങ്ങളോളം ഉറക്കിക്കിടത്തുകയാണ്. ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഇവരുടെ ചെവിയിൽ പ്രത്യേക സന്ദേശങ്ങൾ അടങ്ങിയ ടേപ്പുകൾ തുടർച്ചയായിട്ട് കേൾപ്പിക്കുകയാണ്. ചിലപ്പോൾ ദിവസേന 16 മണിക്കൂറിലധികം ഒരേ വചനം തന്നെ ലക്ഷക്കണക്കിന് തവണ ആവർത്തിച്ച് കേൾപ്പിക്കുകയാണ്. പരീക്ഷണത്തിനിടയിൽ ഇരകൾ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്യുരാരെ പോലുള്ള മാരകമായിട്ടുള്ള മരുന്നുകൾ അവരുടെ ശരീരത്ത് കുത്തിവെക്കുകയാണ്. ദിവസങ്ങളോളം വെളിച്ചമോ ശബ്ദമോ ഇല്ലാത്ത മുറിയിൽ, അത്രത്തോളം ഒറ്റപ്പെട്ട മുറിയിൽ അവരെ അടച്ചിട്ട് CIA ഈ ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഈ പരീക്ഷണങ്ങൾക്കിരയായ പലർക്കും പിന്നീട് സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിന്റെ പേരിൽ നടന്ന ഈ ക്രൂരതകൾ വർഷം 1990-കളിൽ മാത്രമാണ് ലോകം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതും കനേഡിയൻ ഗവൺമെന്റ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായതും. അധികാരത്തിന് വേണ്ടി ഒരു ജനതയുടെ മനസ്സിനെ പീഡിപ്പിച്ച ഈ അധ്യായം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നാണ്. മയക്കുമരുന്നുകൾക്കും ഷോക്ക് ട്രീറ്റ്മെന്റുകൾക്കും
പുറമെ മനുഷ്യ മനസ്സിനെ കീഴ്പ്പെടുത്താൻ CIA തിരഞ്ഞെടുത്ത മറ്റൊരു പ്രധാന മേഖലയായിരുന്നു ഹിപ്നോസിസ്. ചോദ്യം ചെയ്യലുകൾക്കിടയിൽ തടവുകാരറിയാതെ അവരെ ഹിപ്നോസിസിന് വിധേയമാക്കുകയും സത്യം പറയിപ്പിക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും ഈ ഹിപ്നോസിസിനൊപ്പം ബാർബിറ്റുറേറ്റുകൾ പോലെയുള്ള മരുന്നുകൾ നൽകിയിട്ടുള്ള ഒരു നാർക്കോ ഹിപ്നോസിസ് രീതിയും അവർ പരീക്ഷിക്കുകയാണ്. ഇതിലൂടെ ഒരു വ്യക്തിയുടെ ഓർമ്മകളെ മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് പുതിയ ഓർമ്മകൾ നൽകാനോ, അതായത് ഒരു ഫാൾസ് ഫ്ലാഗ് മെമ്മറീസ് എന്ന് പറയുമല്ലേ, അങ്ങനത്തെ ഒരു സംഭവത്തിന് സാധിക്കുമെന്നാണ് CIA വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ പലപ്പോഴും വിശ്വസനീയമല്ലെന്ന് CIA തന്നെ പിന്നീട് കണ്ടെത്തുകയാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ ലഭിച്ച അറിവുകൾ പിന്നീട് ക്യുബാറക് മാനുവൽ എന്ന പേരിൽ അതിക്രൂരമായ ഒരു ചോദ്യം ചെയ്യൽ മാർഗരേഖയാക്കിയിട്ട് ഇവർ തയ്യാറാക്കുകയാണ്. ഇതിലെ ഭീഷണിപ്പെടുത്തൽ, ഉറക്കമില്ലായ്മ, അതിശക്തമായിട്ടുള്ള ശബ്ദങ്ങളും വെളിച്ചങ്ങളും ഉപയോഗിച്ചുള്ള പീഡനം എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. മറ്റൊരു ഭീകരമായ പരീക്ഷണമായിരുന്നു ഡെൻസറി ഡിപ്രിവേഷൻ അഥവാ ഐസൊലേഷൻ. വെളിച്ചമോ ശബ്ദമോ കടക്കാത്ത, ശരീരം അനക്കാൻ പോലും കഴിയാത്ത പ്രത്യേകം ടാങ്കുകളിൽ ഇരകളെ ദിവസങ്ങളോളം അടച്ചിടുകയാണ്. അവർക്കൊന്ന് കൈ ചലിപ്പിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ജയിൽ പോലെയാണ്. നല്ല ഒരു ടാങ്കായിരുന്നു. അവർക്ക് അനങ്ങാൻ പോലും ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അടച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ശബ്ദമില്ലാത്ത ഇരുട്ടറയിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴും മനുഷ്യന്റെ മസ്തിഷ്കം വളരെ പെട്ടെന്ന് തകരുമെന്നും ഇതൊരു ഹലൂസിനേഷൻ, ഒരു ഭ്രമണാത്മകതയിലേക്ക് പോകുമെന്നും അവർ ഈ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. ഇത്തരത്തിൽ മാനസികമായി തകർന്ന വ്യക്തികളെ ചോദ്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാണെന്ന് CIA തിരിച്ചറിയുകയാണ്. അങ്ങനെ എന്തായാലും വർഷം 1970 തുടക്കത്തിൽ MK അൾട്രയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്താകുമെന്ന് CIA ഭയക്കുകയാണ്. വർഷം 1973 അന്നത്തെ CIA ഡയറക്ടറായിരുന്ന റിച്ചാർഡ് ഹെംസ് പ്രൊജക്ട് MK അൾട്രയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നശിപ്പിക്കാൻ ഉത്തരവിടുകയാണ്. ആയിരക്കണക്കിന് ഫയലുകൾ തീയിട്ട് നശിപ്പിക്കപ്പെട്ടതോടെ ഈ ഭീകരമായിട്ടുള്ള പരീക്ഷണത്തിന്റെ ഭൂരിഭാഗം തെളിവുകളും ഇല്ലാതാകുകയാണ്. എന്നാൽ വർഷം 1977 ചില സാമ്പത്തിക രേഖകൾ അബദ്ധത്തിൽ നശിപ്പിക്കപ്പെടാതെ അവശേഷിച്ചതിലൂടെയാണ് ഈ കറുത്ത സത്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വീണ്ടും വെളിപ്പെട്ടത്. അധികാരം ഉപയോഗിച്ച് എങ്ങനെ ഒരു വലിയ ക്രൂരതയെ രഹസ്യമാക്കി വയ്ക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു MK അൾട്ര ഫയലുകളുടെ ഈ നശീകരണം. അതായത് CIA ഈ ഫയലുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സത്യത്തെ മൂടിവെക്കാൻ, എക്കാലത്തേക്ക് മൂടിവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വർഷം 1974 ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ഒരു മാധ്യമമുണ്ടല്ലോ, ഒരു പത്രമാധ്യമമായിരുന്നു അക്കാലത്ത്, അവർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ MK അൾട്രയുടെ ഭീകരമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. ഇതിനെ തുടർന്ന് രൂപീകരിച്ച ചർച്ച് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് അമേരിക്കൻ ചാരസംഘടന സ്വന്തം പൗരന്മാർക്ക് മേൽ നടത്തിയ ക്രൂരതകൾ ഓരോന്നായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. 1977 നടന്ന സെനറ്റ് ഹിയറിംഗിൽ CIA ഡയറക്ടർക്ക് തന്നെ പല കാര്യങ്ങളും തുറന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. നൂറുകണക്കിന് സാധാരണക്കാർക്ക് അവരറിയാത്ത തങ്ങൾ ലഹരി നൽകി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവരെ ഇരയാക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയാണ്. ഫ്രാങ്ക് ഓൾസന്റെ മരണം ആത്മഹത്യയില്ലെന്നും അത് CIAയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് തെളിഞ്ഞതോടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് $750,000 നഷ്ടപരിഹാരം നൽകി മാപ്പ് പറയുകയാണ്. കാനഡയിലെ ഡോക്ടർ ക്യാമറൂണിന്റെ പരീക്ഷണങ്ങൾക്കിരയായവർക്ക് $100,000 വീതവും നഷ്ടപരിഹാരം ലഭിക്കുകയാണ്. MK അൾട്ര ഒരു പരാജയപ്പെട്ട പരീക്ഷണമാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. സിനിമകളിൽ കാണുന്ന പോലെ ഒരാളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു മഞ്ചൂരിയൻ കാൻഡിഡേറ്റായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ചോദ്യം ചെയ്യലുകളിൽ ഉപയോഗിക്കുന്ന പീഡന മുറകളെ ശാസ്ത്രീയമായിട്ട് പരിഷ്കരിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പദ്ധതികളിൽ CIAക്കൊപ്പം ഹാർവാർഡ്, മഗ്ഗിൽ ഉൾപ്പെടെ 80ഓളം പ്രമുഖ സർവകലാശാലകൾ, അതായത് യൂണിവേഴ്സിറ്റികളും അതോടൊപ്പം 44 കോളേജുകളും സഹകരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജ്ഞാനം പകർന്നു നൽകേണ്ട, അതായത് എഡ്യൂക്കേഷൻ നൽകേണ്ട, പുതിയ അറിവുകൾ നൽകേണ്ട, വെളിച്ചം നൽകേണ്ട അക്ഷരമുറ്റങ്ങൾ പോലും ഈ മനുഷ്യത്വഹീനമായ പരീക്ഷണശാലകളായി മാറി എന്നത് ഇന്നും ലോകത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നീ ചരിത്രം ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ പുറത്തു വന്നപ്പോൾ പണവും അധികാരമുള്ളവർ കാണിക്കുന്ന നെറുകേടുകൾ, അവരുടെ ക്രൂരതകൾ, പിഞ്ചു കുട്ടികളോട് പോലും കാണിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണല്ലേ. അധികാരം പരിധിയില്ലാതായി മാറുമ്പോൾ അത് സാധാരണക്കാരുടെ ജീവനും മനസ്സിനും ഭീഷണിയായി മാറുന്നു എന്നതിന് MK അൾട്ര വലിയൊരു പാഠമാണ്. ശാസ്ത്രത്തെ പീഡനമുറിയാക്കി മാറ്റിയ ഈ കറുത്ത അധ്യായം ഒരിക്കലും ആവർത്തിക്കപ്പെടരുത്. എപ്സ്റ്റീൻ നടത്തിയ ആ ക്രൂരതകളുടെ ഇരകളാണെങ്കിലും പ്രൊജക്ട് MK അൾട്രയുടെ ഇരകളാണെങ്കിലും അവർ നടത്തുന്ന പോരാട്ടങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: രഹസ്യങ്ങളുടെ മറവിൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ക്രൂരതകൾ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അധികാരത്തിന്റെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ചാരക്കണ്ണുകളെ നമുക്ക് എപ്പോഴും ജാഗ്രതയോടെ വീക്ഷിക്കാം. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ഇത് സത്യമാണോ അതോ കെട്ടിച്ചമച്ചൊരു കഥയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒരു കോൺസ്പിറസി അല്ല കേട്ടോ, ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. നമ്മൾ പലപ്പോഴും സമാനമായിട്ടുള്ള കോൺസ്പിറസിയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ പ്രൊജക്ട് MK അൾട്രയെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം എന്തെന്നാൽ, എ കോൺസ്പിറസി ദാറ്റ് ആക്ച്വലി ബിക്കം എ ട്രൂ എന്നാണ് പറയുന്നത്. അതായത് പണ്ടിങ്ങനെയൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നില്ല. പക്ഷേ 1970 മാത്രമാണത് സത്യമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ലോകത്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാകാം. അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ രഹസ്യമായിട്ടുള്ള ജയിലുകളിൽ ഇപ്പോഴും അനേകമായിരം ആൾക്കാർ, ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്ത, ആരും തിരക്കി വരാനില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലേ, അവരൊക്കെ കിടപ്പുണ്ട്. അവരെയൊക്കെ ഇവരെന്തായിരിക്കും ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ലോകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നന്മയുണ്ടാകും തിന്മയുണ്ടാകും, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും ഉടനെ ഒരു മാറ്റം വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ച്?
എപ്സ്റ്റീൻ അല്ലേ, നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോഴാണ് പല കോൺസ്പിറസികളും സത്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പിന്നാലെ മാത്രം പോകാതെ ഒരു കരിയർ വിപ്ലവത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കുക. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അഥവാ LPUവിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളെക്കുറിച്ചും എഡ്യൂ റെവല്യൂഷൻ 2.0 കൂടുതൽ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.